ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? 10 ദിവസം മുന്നേ 10 ദിവസം ഉണ്ടാവും, ഞാൻ FB ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പോസ്റ്റ് ഇട്ട് എന്താ വെച്ചാൽ, മദ്യപാനികളായ ഭർത്താക്കന്മാരുള്ള പെണ്ണുങ്ങളില്ലേ, എത്രയോ പെണ്ണുങ്ങൾ മദ്യപാനികളായ ഭർത്താക്കന്മാരെ സഹിച്ചിട്ട് പിന്നെ വസ്ത്രമില്ലാണ്ടും ഭക്ഷണമില്ലാണ്ടും പിന്നെ അധ്വാനിച്ചു കൊടുന്ന് കുടുംബം നോക്കിയിട്ടും ഒക്കെ ജീവിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ജീവിക്കുന്നുണ്ട്. ആ സമയത്ത് പെണ്ണുങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഭർത്താക്കന്മാർ എത്ര ആൾ സഹിച്ചിട്ട് ജീവിക്കുന്നുണ്ടാവും? 1000-1-2 പേരെ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പം അത് അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ പോസ്റ്റ് ഇട്ടത്. അപ്പം അതിൻ്റെ അടിയിൽ 2-3 കമൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കമൻറ്റിനൊക്കെ അത് അതിൻ്റെ സ്പിറ്റിലെടുത്താൽ മതിയല്ലോ അല്ലേ. അപ്പം പിന്നെ അതിന് മറുപടിയൊക്കെ അപ്പം തന്നെ കൊടുക്കും. അത് തമാശയായിട്ട് വരുന്ന എന്ത് പിന്നെ കമൻറ്റ് വന്നാലും അതിനൊക്കെ ഒരു തമാശ രൂപത്തിൽ തന്നെയായിട്ടൊക്കെ അതിന് റിപ്ലൈ കൊടുക്കുള്ളൂ. അല്ലാണ്ട് അത് എല്ലാ ആൾക്കാരും ഇങ്ങനെ യൂട്യൂബിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കമൻറ്റിനെ പറ്റി പറഞ്ഞിട്ട് വല്ലാതെ വയലൻ്റായിട്ടൊക്കെ സംസാരിക്കണമൊക്കെ കാണാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് കമൻ്റായിട്ടും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പല രൂപത്തിലുള്ള ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം, അതിനൊക്കെ തയ്യാറുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെ കമൻറ്റിനെ നമ്മൾ അങ്ങനെ എടുത്താൽ മതി. അപ്പം ഞാൻ അങ്ങനെ തന്നെ എടുക്കുള്ളൂ. ആരെന്ത് കമൻറ്റ് പറഞ്ഞാലും ഞാൻ ആ തമാശയെ കൂടെ തന്നെ അതിനുള്ള മറുപടി കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ വല്ലാതുള്ള കമൻ്റൊന്നും എനിക്ക് വന്നു തുടങ്ങിയത് യൂട്യൂബിലൊന്നും എനിക്ക് തീരെ കമൻറ്റേ ഇല്ല. മറ്റേ FBയിലൊക്കെ ഇടയിലൊക്കെ കമൻറ്റ് വരുള്ളൂ. അപ്പോൾ ആ പറഞ്ഞത് ശരിയെന്ന് വെക്കുന്ന രൂപത്തിൽ പറഞ്ഞു വരുന്നത് ഇപ്പം എന്താ വെച്ചാൽ, അന്ന് ഞാൻ അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടത് ശരിയാണെന്നുള്ള ആ ഒരു ഇതിലോട്ടാണ് ഇപ്പോൾ വന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ 2 ദിവസം മുന്നേ നിങ്ങളൊക്കെ കണ്ടുണ്ടാവില്ലേ, ഭർത്താവ് ഭാര്യനെ കൊന്നു കളഞ്ഞു. കാരണം ചോദിച്ചപ്പോൾ എന്താ പറയുന്നറിയോ? അവൻ്റെ സമ്പത്ത് നശിപ്പിച്ച് അവനോട് ചോദിക്കാതെ പണ്ടങ്ങൾ എടുത്തുകൊണ്ട് ഈ പണയം വെച്ച്, സ്വർണങ്ങൾ കൊണ്ട് പണയം വെച്ച് വണ്ടി വാങ്ങിക്കൊടുത്ത ദുരുപയോഗം ചെയ്ത് എപ്പോഴും പുറത്തേക്ക് പോവുകയാണ്. പിന്നെ അവൾക്ക് പല ആൾക്കാരായിട്ട് കൂട്ടുകെട്ടുണ്ട്. കുട്ടീനെ നോക്കണില്ല. മൂത്ത കുട്ടി ക്യാൻസറാണ്. അപ്പം അതിനെ നോക്കണില്ല. പിന്നെ ആൾക്കാർ അവനെ നോക്കി ചിരിക്കുകയാണെന്ന്. ഈ 5-6 കാരണങ്ങളാണ് അവൻ പറയുന്നത്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് ഭാര്യനെ കൊന്നത്. അപ്പം എങ്ങനെയുണ്ട്? അപ്പം എൻ്റെ പോസ്റ്റും ഇതും കൂടി ജോയിൻ്റായിട്ട് വന്നില്ലേ. അപ്പോൾ എൻ്റെ പോസ്റ്റിൽ കമൻ്റ് ഇട്ട ആൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഇത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടോ പറയണത്. ഞാൻ പറഞ്ഞു, ഭർത്താക്കന്മാർ എന്ത് തെമ്മാടിത്തരം ചെയ്താലും സഹിച്ച് ഒതുങ്ങി കുറവുകൾ നികത്തി ഒക്കെ പെണ്ണുങ്ങൾ ജീവിക്കും. പക്ഷെ ആണുങ്ങളെ കൊണ്ട് അത് പറ്റില്ല. ഒരു നിമിഷം പോലും അവർക്കത് സഹിക്കാനോ ക്ഷമിക്കാനോ പറ്റില്ല. അതുതന്നെയാണ് ഈ സംഭവം ഉണ്ടായത് ഇപ്പോഴാണ്. ഇപ്പം 2-3 ദിവസം മുന്നേ ഈ സംഭവം ഞാൻ പോസ്റ്റ് ഇട്ടിട്ട് 10 ദിവസത്തിൻ്റെ മേലായിക്കണം. അപ്പോൾ ഇതിനെപ്പറ്റി എന്താ പറയണമെന്ന് വെച്ചാൽ, അപ്പോൾ ഈ പെണ്ണ് ഇതൊക്കെ ചെയ്തപ്പോൾ അവനക്കത് അക്സെപ്റ്റ്, നേരെ മറിച്ച് അവനാണ് അത് ചെയ്യുന്നത് വിചാരിച്ചോളാം. അവൾക്ക് അവളെ അച്ഛനമ്മയായിട്ട് തന്ന സ്വർണങ്ങൾ നശിപ്പിച്ചാലോ, പിന്നെ അവൻ വണ്ടി എടുത്ത് കറങ്ങാൻ പോയാലോ, വീട്ടിൽ നിന്ന് പോയി 4 ദിവസം കഴിഞ്ഞ് വന്നാലോ, അവന് മക്കളെ നോക്കാണ്ട് നടന്നാലോ, അവൻ അധ്വാനിച്ചത് മുഴുവൻ കുടിച്ച് കൂത്താടി വന്നാലോ, പിന്നെ എന്താ പറയുക, അവന് പല പെണ്ണുങ്ങളായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള ഇടപാടുകളൊക്കെ ഉണ്ടായാലോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പം ഈ പെണ്ണ് ചെയ്തെന്ന് പറയുന്ന ആ കാര്യങ്ങൾ നേരെ ഓപ്പോസിറ്റ് ഭർത്താവ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കൊലപാതകം ഒന്നും അവിടെ സംഭവിക്കുമോ? ഇല്ല. അവളത് സഹിച്ച് ജീവിക്കും. ഒന്നുകിൽ ഇപ്പോഴത്തെ പെൺകുട്ടികളാണെങ്കിൽ ഇട്ടിട്ട് പോകും.
അതല്ല കുറച്ചൊരു ഏജിലൊരു 40 വയസ്സിന് മേലുള്ള ആൾക്കാരാണെങ്കിൽ അത് സഹിച്ച് ജീവിക്കും. അവിടെ ഒരു കൊലപാതകം ഒരിക്കലും നടക്കൂലല്ലോ. അപ്പം അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്. കാരണം ഞാനതൊന്നും കാണാനില്ല. ഞാൻ പലയിടത്തും നമ്മളെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കില്ലേ. പഠിക്കാനുള്ള ബോധം ഉണ്ടെങ്കിൽ പഠിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിയുള്ളവർക്കൊക്കെ ബോധം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ബുദ്ധിയുള്ള ആൾക്കാരെന്നെ നമ്മളെല്ലാവർക്കും ബുദ്ധിയില്ല. ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ വന്ന ബുദ്ധിയല്ലേ. അപ്പം ബുദ്ധി ഉണ്ടെന്ന് വിചാരിച്ച് നമുക്ക് ഒരിക്കലും ബോധം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതായത് കുറച്ചൊക്കെ നമ്മുടെ സന്തോഷം, നമ്മുടെ സമാധാനം ഒക്കെ നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. അത് മറ്റൊരാൾ നമുക്ക് കൈ കൊടുന്നില്ല. അപ്പോൾ അപ്പോൾ അങ്ങനത്തെ ഉള്ള ബോധമുള്ള ആൾക്കാർ ആണെങ്കിൽ എന്താ ചെയ്യുക, പിന്നെ ഇതൊക്കെ തന്നെത്താനെ മനസ്സിലാക്കണം കാര്യങ്ങളുണ്ട് അല്ലേ. ഞാൻ പറഞ്ഞു വന്നെന്തെന്ന് മറന്നുപോയി. പിന്നെ അപ്പോൾ ആ പെണ്ണിപ്പോൾ അവൾ ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുകയാണെങ്കിൽ ആരും അവനെ കുറ്റവും പറയില്ല. അവനെ കൊല്ലാനും ആരും പോകില്ല, തല്ലാനും ആരും പോകില്ല, ഉപദേശിക്കാനും പോകില്ല, ഒന്നിനും പോകില്ല. മനസ്സിലാവണ്ട. അപ്പം അത് അവൻ ചെയ്തതിന് പകരം അവൾ ചെയ്തതുകൊണ്ട് ആൾക്കാർ പരിഹസിച്ച് ചിരിച്ചു, വണ്ടി ദുരുപയോഗം ചെയ്ത് സമ്പത്ത് നശിപ്പിച്ചു, കുട്ടീനെ നോക്കണില്ല. ഞാൻ പറഞ്ഞിട്ടോ, 100 ഭർത്താക്കന്മാരെടുത്താലും 25 ഭർത്താക്കന്മാരേലും ആണുങ്ങളേലും മക്കളെ നോക്കാൻ നടക്കുന്ന ആൾക്കാരുണ്ടാവും ഇല്ലേ. ഒരു 100-ൽ 25 പേരെങ്കിലും 3-4 മക്കളെ പഠിച്ചിട്ടിട്ട് അവരുടെ ഒരു കാര്യങ്ങളും അന്വേഷിക്കാതെ നോക്കാതെ കിട്ടിയതൊക്കെ കുടിച്ചിട്ട്, അല്ലെങ്കിൽ കിട്ടിയതൊക്കെ കുടിക്കാത്തവരെന്തായിരുന്നു, കുടിക്കണവർ പിന്നെ കുടിച്ചിട്ടാണ് ചിലപ്പോൾ മറ്റുള്ളവർക്ക് കാണാനും പറ്റും, അവൻ കുടിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. പക്ഷെ ചിലവർ കുടിക്കണവരാവില്ല. മറ്റു പല രീതിയിലും അധ്വാനിച്ച പൈസ നശിപ്പിക്കുന്ന ആൾക്കാർ, മക്കൾക്ക് കൊടുക്കാതെ, ഭാര്യയ്ക്ക് കൊടുക്കാതെ, വീട്ടിൽ ഉമ്മാക്കും അപ്പാക്കും കൊടുക്കാതെ, അച്ഛനമ്മക്കും കൊടുക്കാതെ നശിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും. അതിൽ 100-ൽ 25 പേരുണ്ട്. എന്നിട്ടിപ്പോൾ അങ്ങനത്തെ ഭർത്താക്കന്മാരാണൊക്കെ പെണ്ണുങ്ങൾ കൊല്ലുകയാണോ? സഹിക്കന്നെ. അപ്പം സഹിക്കണ കാര്യത്തിൽ ആരാ മുൻപന്തിയിൽ നിൽക്കണത്? സഹിക്കണ കാര്യത്തിലും ക്ഷമിക്കണ കാര്യത്തിലും സമ്പത്ത് ഉണ്ടാക്കണ കാര്യത്തിലും അത് നോക്കണ കാര്യത്തിലൊക്കെ എല്ലാ കാര്യത്തിലും പെണ്ണുങ്ങൾ തന്നെയാണ് മുന്നിൽ. ഞാൻ പറയുന്നത്, ഇനിയിപ്പോൾ ഒരു 2 കുട്ടികളായി, 2 കുട്ടികളുണ്ട് അല്ലെങ്കിൽ 3 കുട്ടികളുണ്ട്, ഭർത്താവ് പെട്ടെന്നാണ് മരിച്ചു പോയെന്ന് വിചാരിക്കും. ആ പെണ്ണ് പിന്നെ എൻ്റെ മക്കളാണ് ജീവിതം എന്നും പറഞ്ഞിട്ട് അവളങ്ങനെ അവിടെ നിൽക്കും. ചിലപ്പോൾ അവൾക്ക് 25 വയസ്സോ 27 വയസ്സോ 30 വയസ്സായിട്ട് ആയിട്ടുണ്ടാവുള്ളൂ. 3 കുട്ടികളാവാൻ സമയം 18 വയസ്സ് കല്യാണം കഴിഞ്ഞാൽ ഒരു 10-25 വയസ്സിൻ്റെ ഉള്ളിലൊക്കെ 3-4 കുട്ടികളാവും. അതിനൊന്നും അല്ലാതെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇന്നസെൻ്റ് പറഞ്ഞ പോലെ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടാവാനൊന്നും പണിയില്ല. അതില്ല എന്നുണ്ടെങ്കിൽ കല്യാണം 10 കല്യാണം കഴിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അന്ന പോലെ കല്യാണം കഴിഞ്ഞാൽ അല്ലാതെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കുട്ടികളുണ്ടാവാൻ പണിയൊന്നുമില്ല. അവളാണ് മരിച്ചുപോയി. പിന്നെ ആ 25 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ, പഴയ കാലത്തെ കാര്യമല്ല, ഇപ്പോഴത്തെ ഒരു ഇതിൽ മിഠായി നിന്ന് നടക്കണ പ്രായം. മനസ്സിലായി. അപ്പോൾ അവർ പിന്നെ ആ മക്കൾക്ക് വേണ്ടി ജീവിക്കണം, ഒന്നും വേണ്ടെന്നൊരു വേണ്ട, എൻ്റെ മക്കളെ ആ സമയത്ത് ആ 25 വയസ്സ് പ്രായത്തിലോ ഒരു 28 വയസ്സ് പ്രായത്തിലോ 2-3 കുട്ടികളായിട്ട് ഭാര്യയോട് മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് എന്താ ചെയ്യുക? എത്ര സമ്പത്തുണ്ട് എന്ന് പറഞ്ഞാലും, എനിക്ക് വലിയ ജോലിയുണ്ട്, വലിയ വരുമാനം ഉണ്ടെന്ന് പറഞ്ഞാലും അവനക്ക് കൂടെ ഒരു പെണ്ണില്ലാണ്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ അവൻ പെട്ടെന്ന് പോയിട്ട് തന്നെ കല്യാണം മരിച്ച് 40 കഴിയാൻ പോലും നിൽക്കില്ല, പോയിട്ട് വേറെ കല്യാണം കഴിക്കും ഇല്ലേ. അപ്പോൾ ഒന്നും ആണുങ്ങൾക്ക് പറ്റില്ല. പറ്റണതെല്ലാം പറ്റണ പെണ്ണുങ്ങൾക്ക് തന്നെ. പിന്നെ വെച്ചെങ്കിൽ തുല്യരായിട്ട് അങ്ങനെ പോവാം. കാരണം ഒരാൾക്ക് പറ്റുന്നത് മറ്റൊരാൾക്ക് പറ്റും. അങ്ങനത്തെ ആണുങ്ങളുടെ ഒരു പ്രസൻറ്റ് വേണ്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് അങ്ങനത്തെ ഒരാൾ ഞങ്ങട്ടി താഴെയുണ്ടെങ്കിൽ അവള് ഞാൻ പറഞ്ഞ അനുസരിക്കണില്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഭർത്താക്കന്മാർ നോക്കാണ്ടായാലും ഭർത്താക്കന്മാർ കുടുംബം നോക്കാത്ത പെണ്ണുങ്ങൾ ഏതെല്ലാം രീതിയിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. അവർക്ക് എവിടെ പോയാലും അവർക്ക് അവഗണനയാണ് അല്ലേ. അപ്പോൾ ആൾക്കാർ നോക്കി ചിരിക്കണെന്നാണ് ഇപ്പോൾ അവൻ പറയുന്നത്. ആൾക്കാർ എന്നെ നോക്കി ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ അവളെ കൊണ്ടുവന്നത്.
ഭർത്താക്കന്മാർ കുടിയന്മാരും തെമ്മാടികളും കുടുംബം നോക്കാത്തവരൊക്കെ ആയി കഴിഞ്ഞാൽ ഈ ലോകം മുഴുവനും അവളെ നോക്കി പരിഹസിക്കും. ആൾക്കാർ മാത്രം എന്ന് വെച്ചാൽ നാലുപുറക്കാർ മാത്രമൊന്നുമല്ല, ഈ ലോകം മുഴുവനും അവളെ പരിഹസിക്കാൻ തുടങ്ങും, പരിഹസിക്കുന്നുണ്ടാവും. പക്ഷെ അതവളും സഹിച്ച് ജീവിക്കുന്നില്ലേ. പരിഹസിക്കണവരും കളിയാക്കണവരും കൊള്ളിച്ച് പറഞ്ഞവരും പുച്ഛിക്കണവരും ഒക്കെ ഉണ്ടാവും. ഒരു ഭർത്താവ് ഒരു കുടുംബത്തേക്ക് കൊള്ളരുതാത്തവനായി കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ എവിടെ ഒരു വില ഉണ്ടാവില്ല. പിന്നെ എന്താ പറയുക, പൊന്നൊക്കെ കൊണ്ടുകൊടുത്ത് പൂ വെച്ചിട്ട് കാര്യങ്ങളൊന്നും വൃത്തിയാക്കാൻ അവളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ഏതൊരു നാലാൾ കൂടുന്ന സദസ്സിലായാലും കുടുംബങ്ങളിലെ കാര്യങ്ങളിലായാലും എന്തൊരു ഇതിൽ എന്നാലും ഒന്നുമില്ലെങ്കിൽ റോട്ടിൽ കൂടെ നാലടി നടക്കാൻ പോലും പറ്റില്ല. അപ്പോൾ പല രീതിയിലുള്ള അവഗണനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ സഹിച്ചിട്ടാണ് മക്കൾക്ക് വേണ്ടിയിട്ട് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് ക്യാൻസറാണ് കുട്ടിക്ക്, അത് നോക്കണില്ല, അതവന് പറ്റിയിട്ടില്ല. അവനാണ് ഇങ്ങനെ നടക്കണമെന്ന് വിചാരിച്ചാൽ അവളിപ്പോൾ അവനെ കൊല്ലാൻ പോവില്ല, അവൾ ആ കുട്ടികളെ നോക്കും, അവൾ ജീവിക്കും. അങ്ങനെ ഇവന് ജീവിച്ചാൽ പറ്റില്ല, അവന് ജീവിച്ചാൽ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ്. ഞാൻ അന്ന് വീഡിയോ എടുക്കണില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഈ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ 10 ദിവസം മുന്നേ ഞാൻ FB പോസ്റ്റ് ഇട്ടത് ഞാൻ ആലോചിച്ചേ, ഞാനിപ്പോൾ അന്ന് പറഞ്ഞത് ഇതിപ്പോൾ ശരിയായിട്ട് വന്നില്ലേ. അപ്പോൾ അതൊന്ന് പറയാച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഓക്കെ, എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്.